ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോളിഫ്ലവർ റോസ്റ്റ് ആണ്. അപ്പോൾ കഴുകി വെച്ചിരിക്കുന്ന കോളിഫ്ലവർ ആണ് ഇത്. അത് കഴിഞ്ഞിട്ട് നമുക്കത് കട്ട് ചെയ്യാം. സ്മോളായിട്ട് കട്ട് ചെയ്യണം. നമ്മൾ ഇതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് നേരത്തേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ബാക്കി ഇത്രയും കട്ട് ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മളെല്ലാം തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാനിലിട്ട് ബാക്കി പരിപാടി ചെയ്യാനുണ്ട്. നമ്മൾ ബട്ടർ ഇട്ട് കൊടുക്കുകയാണ്. ബട്ടർ മെൽറ്റാണ് ടൈമിൽ നമുക്കപ്പോൾ തന്നെ ഒരു വെളുത്തുള്ളിയാണ്, വലിയൊരു വെളുത്തുള്ളിയാണ്, ഒരു പച്ചമുളകും, ഒരു ചെറിയ സ്പൈസസിന് എരിവിന് വേണ്ടിയാണ് ഒരു വെളുത്തുള്ളിയും ഇടുന്നത് നല്ലതാണ്. കോളിഫ്ലവർ ഇടാം. 2-3 കോളിഫ്ലവർ വലിയതായിട്ടാണ് ഇട്ടത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോന് വലിയ കോളിഫ്ലവർ അതേപടി വേണമെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് ഒരു 3-4 ഭയങ്കര ബിഗ് അവൻ തന്നെ സെലക്ട് ചെയ്തത്. അത്രയും ഇത് വേണ്ടതുകൊണ്ടും വെളുത്തുള്ളി ഇടുന്നത് നല്ല ഒരിതാണ്. കാര്യം അല്ലെങ്കിൽ നല്ല ഫ്ലേവറും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. അതുകൊണ്ട് നമ്മൾ വെളുത്തുള്ളി കുറിച്ചിട്ടുള്ളതാണ്. ഇത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് ആദ്യം പട്ടൊന്ന് ഇതായിട്ട് പതുക്കിളക്കിയാലും മതി. പെട്ടെന്ന് കരിയൊന്നും പോകുന്നില്ല. പിന്നെ നമ്മൾ ക്രഷ്ഡ് ചില്ലിയും കൂടി ഇടുന്നുണ്ട്, പിന്നെ ഉപ്പും. അപ്പോൾ ഇതൊന്ന് ആവണ ടൈമിൽ നമുക്ക് ഉപ്പും ക്രഷ്ഡ് ചില്ലിയും കൂടി ഇടണം. നമ്മൾ എല്ലായിടവും ഒന്ന് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ബട്ടറൊക്കെ മെൽറ്റായി. ഇനിയിപ്പോൾ എല്ലായിടും ഇളക്കിയതുകൊണ്ട് ഇതായിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഒരു 5 മിനിറ്റ്സ് എടുക്കും. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉപ്പും ഇത് ക്രഷ്ഡ് ചില്ലി ഇടാൻ. ഒരു ചെറുതായിട്ടൊന്നും ഇതാവാൻ വേണ്ടി, വേവാൻ വേണ്ടി. ഇതിനകത്തേക്ക് നമ്മളിപ്പോൾ ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ ആവശ്യത്തിന് ക്രഷ്ഡ് ചില്ലിയും ഇടുക. എന്നിട്ട് എല്ലാം നന്നായി ഇളക്കണം. ഞാൻ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചിട്ടില്ല, അത്ര സെറ്റപ്പായിട്ട് എനിക്ക് ഇതിനകത്ത് ഈ ക്യാമറയിലൂടെ ഇളക്കി കാണിക്കാൻ പറ്റുന്നില്ല. പിന്നെ ഇത് പെട്ടെന്നാകും. ഇനി നമുക്കൊരു 5 മിനിറ്റത്തേക്ക് ഇത് അടച്ചു വെക്കാം. നമ്മുടെ കോളിഫ്ലവർ റോസ്റ്റ് റെഡിയായി. ഇനി നമുക്ക് അതിന് കൊടുത്തു നോക്കാം. ഇതാണ് കറക്റ്റ് ഇത്. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡ്രൈ ആക്കാം. പിന്നെ അതിന് 2-3 വലിയ പീസസ് അത്രയും ഇതായിട്ടില്ല. ഇങ്ങനെ ഉണ്ടാകാം.